അമ്മമ്മ വേഗം വരൂ. എന്തായേ? ധൃതി വെച്ച് ഓടണ്ട, അവര് സ്വന്തക്കാര് പോയി ആദ്യം കാണട്ടെ. അല്ലെങ്കിൽ നമ്മൾ പോലീസ് കുറച്ച് താമസിച്ചെന്നാലും കുഴപ്പമൊന്നുമില്ല. അതെ സർ, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണ്ടേ? എന്ത് ഡ്യൂട്ടി സാർ? മനുഷ്യർക്കല്ലേ ഡ്യൂട്ടി? യക്ഷിക്ക് എന്ത് പോലീസും പട്ടാളാണ് സാർ? ഇമാതിരി അത്യാഹിതം കണ്ട നമ്മൾ പോലീസുകാരാ. അത് പ്രേതമാണോ ജീവനുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്, അല്ലാതെ പബ്ലിക് അല്ല. സാറിന് അവളെ അറിയില്ല. പുറം ലോകം എന്താണെന്ന് അറിയാത്ത മനുഷ്യർ പറഞ്ഞ കഥ മാത്രമേ സാർ ഇതുവരെ കേട്ടിട്ടുള്ളൂ. ഒരു പച്ച മനുഷ്യനെ ജീവനോടെ തിന്ന് അടച്ചിട്ട ജയിലിൽ നിന്ന് ഓടി വന്ന് പാലച്ചോട്ടിൽ കിടന്നുറങ്ങുക. ഇത് സാധാരണ യക്ഷിയൊന്നുമല്ല. നമ്മൾ പോവാതിരിക്കാൻ പറ്റുമോ? പോവാം. പക്ഷെ നമ്മൾ കരുതി കണ്ട് കുറച്ച് മാറി നിൽക്കുന്നത് നല്ലതാ. പിന്നെ അവരവിടെ ഉണ്ട്. നമ്മൾ പോയില്ലെങ്കിൽ മോശമാണ്. പിന്നെ സുരേന്ദ്രൻ ആളത് തന്നെയാണെന്ന് കൺഫേം ചെയ്തോളൂ. ശരി സർ. ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തില്ലാന്ന് വേണ്ട മേനോൻ സാറേ. സാറ് വന്ന് കണ്ടിട്ട് തൊട്ടാ മതി. അത് മതി. യക്ഷിയുടെ കിടപ്പ് സാറ് കണ്ട് മനസ്സിലാക്കട്ടെ. സാറേ, ഈ യക്ഷികളിപ്പോ മനുഷ്യരമാര് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസ് നല്ലതാണ്. അത് ശരിയാ. ഇത് അവൾ തന്നെയാ സാറേ, ശങ്കറിന്റെ കൂടെ വന്നോളൂ. ശരിയാ സാറേ, ഇവൾ ഇന്നലെ രാത്രി നമ്മളെ സ്റ്റേഷനിൽ വന്നോളൂ തന്നെയാ. എന്താ നിങ്ങൾ പറയണത്? ഇന്നലെ ഇവിടെ നിങ്ങൾ കണ്ടു? സർ, ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ജീവനുണ്ടെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷിക്കണം. നേരത്തോട് നേരെ അവളെ കാണാതായിട്ട്. ഇന്നലെ മുതൽ ഇവിടെ ജലപാനം ഇല്ലാതെ കിടക്കുകയാണ്. ഞങ്ങൾക്കുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കണം. ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. മിസ്റ്റർ മേനോൻ, ഞങ്ങൾക്ക് ആളെ ഒന്ന് വെരിഫൈ ചെയ്യണം. അത്രേ ഉള്ളൂ. ജീവനുണ്ടോ എന്ന് നോക്കൂ സുരേന്ദ്ര. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ചെറിയൊരു പറയലാണ് സാറേ. നമ്മുടെ ഡ്യൂട്ടി തീർന്നു. ഇനി നമ്മൾ ഇവിടെ യക്ഷിയുടെ മൊഴിയെടുക്കാൻ നിൽക്കണം. നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അതിന്റെ ചുണ്ടിലെ ചോര കണ്ടില്ല. അതിന് അതവൾ എവിടെയെങ്കിലും വീണപ്പോ ചുണ്ടു മുറിഞ്ഞതാവും. സാറേ, ഇനി നിങ്ങളെ സെന്റിമെന്റ്സ് കഥകളൊന്നും ഞങ്ങളോട് പറയല്ലേ. ഇനി ഞങ്ങളെ കഥ ഒന്ന് അങ്ങോട്ട് പറയട്ടെ. ഇവളെ ഇന്നലെ സന്ധ്യക്ക് വഴിയിൽ വെച്ച് ചോരയും നീരുള്ള ഒരു ചെറുപ്പക്കാരനെ കയറി പിടിച്ചു. അപ്പോഴേക്ക് നാട്ടുകാരെല്ലാം കൂടി ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. SI ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടിനും ലോക്കപ്പ് ഇട്ട് വീട്ടിലേക്ക് പോയി. പാവം ശങ്കരൻ. എന്നിട്ട് ആ ചെക്കൻ എന്താ പറ്റിയത്? രാത്രി അവനെ തിന്നു. സാറ് പറഞ്ഞില്ലേ ഇവള് നോക്കിയാ ക്ലോക്കിന്റെ മണി നിർത്താതെ അടിക്കുന്നേ. ക്ലോക്കിന്റെ മണി നിർത്താതെ അടിച്ചു. പാറാവേന്ദ്രനെ സുരേന്ദ്രനെ ഉണർത്തിയിട്ട് പൂട്ടിയിട്ട ജയിലിൽ നിന്ന് കുത്തൻ ഇറങ്ങി വന്നിരിക്കുക പാലച്ചോട്ടിലേക്ക്. എന്നാ ആ ചെക്കന്റെ ചോരയാവും അതിന്റെ ചുണ്ടിൽ നമ്മൾ കണ്ടത്. അയ്യോ, വീട്ടിലേക്കാണ് അത് പോയിരിക്കുന്നത്. ചതിച്ചോ? പോയവരാരും മരുന്ന് കാണുന്നില്ലല്ലോ അച്ഛാ. വരും. ഞാനൊന്ന് പോയി നോക്കട്ടെ അമ്മമ്മേ. വേണ്ട, സ്ത്രീകളാരും പോണ്ട. ഞാനൊന്ന് പോയി നോക്കിയാലോ? നീ എന്താ പെണ്ണല്ലേ? അല്ല, അതല്ല. അയ്യോ, അതാ മിനിക്കുട്ടി വരുന്നു. ആരും ഇറങ്ങണ്ട, വരട്ടെ. അയ്യോ, നമ്മൾ വിചാരിച്ചേക്കാട്ടിലും ഇതുവരെ അനുഭവിച്ചേക്കാട്ടിലും ഭയങ്കരമായിരിക്കുന്നു മേന്നെ കാര്യങ്ങള്. അന്നേ ഈ കാളിക്കുട്ടിയമ്മ പറഞ്ഞതാ, അമാവാസിക്ക് അർദ്ധരാത്രിയിൽ ശ്മശാനത്തില് പിശാചുക്കളോ യക്ഷയോ മാത്രമേ ജനിക്കൂന്ന്. ഞാനെന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ആ മിന്നലിന്റെ വെളിച്ചത്തില് ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചത്. അതേ ചിരി ഇപ്പൊ ഞങ്ങളെ നോക്കി ചിരിച്ചിട്ടാ അത് അകത്തേക്ക് പോയിരിക്കുന്നത്. തമ്പ്രാനെ, അറിവ് വെച്ച മുതല് ഈ വീട്ടില ഞാൻ വളർന്നതും ജോലി ചെയ്തതും ജീവിച്ചതും ഒക്കെ.
ഇവിടെ ഉള്ളവര് എല്ലാം എന്റെ ആളുകളാ. ആ യക്ഷി ഇനി ആരെങ്കിലും തിന്നണേ മുമ്പ് ഇപ്പൊ ഞാനതിനെ കൊന്നിട്ട് വരാം. പോലീസല്ലേ അവിടെ നിക്കണേ, എന്നെ അവര് കൊണ്ടുപോയിക്കട്ടെ. ആ ഇരിക്കണ പോലീസുകാരുടെ സ്റ്റേഷന് ഒരു ചെറുപ്പക്കാരനെ ഇന്നലെ രാത്രി കൊന്നിട്ട് പൂട്ടിയ ജയിലിൽ നിന്ന് പൂട്ട് തുറക്കാതെയാണ് അത്ര അവൾ വന്നത്. ഇന്നലെ ആ PC സുരേന്ദ്രനായിരുന്നു അവിടെ പാറാവ്. അയാൾ പറഞ്ഞൊന്നും നാട്ടുകാരും DSP അടക്കം ആരും വിശ്വസിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ ദിനേശ് പോയി അവളുടെ ഫോട്ടോ കാണിച്ചത്. മിനിക്കുട്ടി അവനെ കൊന്നതെന്ന് അവരെങ്ങനെയാ മനസ്സിലാക്കിയത്? മെന്നെ അതെ, നല്ല സമൃദ്ധിയായ സദ്യ ഉണ്ട്, വെറ്റിലി മുറുക്കി പട്ടുതല്യണയും വെച്ച് കിടക്കണ മാതിരിയല്ലേ അവൾ ആ പാലച്ചോട്ട് കിടന്നിരുന്നത്. മാത്രമല്ല അവളെ ചോര കുടിച്ച് തൃപ്തിയായ മാതിരിയല്ലേ അവളുടെ ചുണ്ടിൽ ചോര ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് തോന്നിയതാവും. ഞങ്ങൾ 5-6 ആളുകൾക്ക് ഒരേപോലെ തോന്നുവോ? വേലോനെ മാതിരി ഞാനും എന്റെ കൊച്ചുമകളായി എന്റെ ബാറിലിട്ട് വളർത്തിയത് അവളെ. പക്ഷേ ഇന്നത്തെ അവളുടെ കണ്ണെഴുതി വാലിട്ട് നീണ്ടു വിടർന്ന വലിയ കണ്ണുകളും ചുവന്ന ചുണ്ടും മതം കൊണ്ട് മാതിരിയുള്ള ആ മുഖം ഞാൻ കണ്ടു. അവളിവിടെ വരുമ്പോൾ ചുണ്ടിൽ ചോരയോ നിങ്ങൾ പറയണ ഭാവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞങ്ങൾ കണ്ടത് ഒരു നിമിഷം മാത്രം. ഉടനെ ഭാവം മാറ്റി സാധാരണ നിലയിലായി അവൾ നടന്നു വന്നു. പക്ഷേ ആ ഒരു നിമിഷം മതി. ജീവിതത്തിൽ ഒരിക്കലും ആ ഭാവം ആരും മറക്കില്ല. മോളെ മോളെ മീൻകുട്ടി, അതിക്ക് അടുത്ത് പോണ്ട, അത്ര ശരിയല്ല. നോക്കണ്ട, വന്ന കോലം കണ്ടില്ലേ? പാലച്ചോട്ട് കിടന്ന കിടപ്പിനെ പറ്റിയും കേട്ടില്ലേ? എന്താ കണ്ണോണ്ടുള്ളൊരു നോട്ടം? ഇനിയിപ്പൊ പുറത്ത് കിടന്ന ആരൊക്കെയാ പിടിച്ച് തിന്നാണോ? ദേ, വലിയ സഹതാപ സങ്കടമൊന്നും വേണ്ടട്ടോ. ആരും നീ വാതിൽ തുറക്കണ്ട. ആവട്ടെ കെട്ടക്കട്ടെ. അമ്മേ അമ്മേ എണീക്കൂ, ഈ കാപ്പി കുടിക്കൂ. രാവിലെ പോയതാ, ഇനിയും വന്നിട്ടില്ല. അമ്മായിയെ മിനിക്ക് വല്ലതും കൊടുത്തോ? ഇല്ല. ഞങ്ങള് പാലും ഉണ്ടേ കൊടുത്തു നോക്കി. എന്നിട്ട് അവള് കുടിച്ചുവോ? ഇല്ല, കുടിക്കാൻ കൂട്ടാക്കിയില്ല. ആ നോട്ടം കണ്ടപ്പോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. വാതിലടച്ചിട്ട് എല്ലാരും പേടിച്ച് ഓടി പോരുമായിരുന്നു. അച്ചു, ആരോ ഓടി വരണ മാതിരി. അമ്മമ്മേ, അമ്മമ്മേ, എന്റെ മോനെ, നീ ഇന്നലെ എവിടെയായിരുന്നു? തന്തമാമയും ദാമൂത്തച്ഛനും ഒക്കെ വരുന്നുണ്ട്. എവിടെയാ രാമൻ നായരെ? നിങ്ങൾ എങ്ങനെയാ രാമൻ നായരെ കണ്ടത്? ദാമൂത്തച്ഛൻ അറിയായിരുന്നു തന്തമാമ എവിടെ ഉണ്ടാവുന്ന്. മിനിക്കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കാറെടുത്ത് തന്തമാമയുടെ അടുത്ത് പോയി. വിവരം പറഞ്ഞ് ഞങ്ങള് തന്തമാമയും കുട്ടിയും കൂടെ പോന്നു. അച്ഛാ, മിനിക്കുട്ടി വന്നോ? തന്തമാമ പറഞ്ഞു മിനിക്കുട്ടി ഇന്നലെ സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തിയിട്ടുണ്ടാവുന്ന്. അവള് വന്നോ? വന്നു. ഹാവൂ, സമാധാനമായി. എവിടെയായിരുന്നു മിനിക്കുട്ടി? ഇപ്പോ നിങ്ങൾ മിനിക്കുട്ടിയെ കാണണ്ട. എന്താ എന്താ അവൾക്ക് പറ്റിയേ? ഒന്നുമില്ല, ഉറങ്ങാണ്. തന്തമാമ വന്നിട്ട് അവളെ കണ്ടാ മതി. സാരമില്ല ദിനേശേ, എന്തായാലും മിനിക്കുട്ടി വന്നു. എന്താ? എനിക്ക് പോണം. അകത്ത് പോ. മര്യാദയ്ക്ക് അകത്ത് പോകാൻ. വേണ്ട രാമൻ നായരെ, എന്നോട് കളിക്കണ്ട. ദാമു,
വാ.